ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് അന്താരാഷ്ട്ര മാനങ്ങൾ കൈവരുമ്പോൾ UAE കൗൺസിലേറ്റ് വഴിയുള്ള നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്തും അന്വേഷണത്തിന്റെ പരിധിയിൽ വരികയാണ്. ഈ സാഹചര്യത്തിൽ നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയ കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ മൊഴി അന്വേഷണ സംഘം വീണ്ടും എടുത്തേക്കും. ശബരിമല ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിൽ നിന്നുമുള്ള പുരാവസ്തുക്കളും സ്വർണവും നയതന്ത്ര പാഴ്സൽ വഴി വിദേശത്തേക്ക് കടത്തിയിരിക്കാമെന്ന സംശയത്തിലാണ് കേന്ദ്ര ഏജൻസികൾ. അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. മുൻപ് നടന്ന അന്വേഷണം വിദേശത്ത് നിന്നും കേരളത്തിലേക്ക് സ്വർണം കടത്തിയതിനെ കുറിച്ച് മാത്രമായിരുന്നു. എന്നാൽ ഇതേ ചാനലിലൂടെ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോയ പാഴ്സലുകളിൽ എന്തായിരുന്നു എന്നത് സംബന്ധിച്ച് ഇന്നും ദുരൂഹത ബാക്കിയാകുന്നു. ആരാധനാലയങ്ങളിൽ നിന്ന് മോഷ്ടിക്കപ്പെടുന്ന വസ്തുക്കൾ വിദേശത്തേക്ക് കടത്തുന്ന മാഫിയ കേരളത്തിൽ സജീവമാണ് എന്ന വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മുൻപ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതികളായ സ്വപ്ന സുരേഷ്, സരിത്ത് എന്നിവർക്ക് പുറമെ മറ്റു ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം നീളുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. സെക്രട്ടേറിയറ്റിലെ ചില ഉദ്യോഗസ്ഥർക്ക് അർഹതയില്ലാത്ത നയതന്ത്ര തിരിച്ചറിയൽ കാർഡുകൾ ലഭിച്ചതായും പ്രോട്ടോകോൾ ഓഫീസറുടെ അനുമതിയില്ലാതെ ഗ്രീൻ ചാനൽ വഴി പാഴ്സലുകൾ അയച്ചതായും മുൻപ് കണ്ടെത്തിയിരുന്നു. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് പുറമെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗങ്ങളായ എൻഫോഴ്സ്മെന്റ്, കസ്റ്റംസ്, പ്രിവന്റീവ് വിഭാഗം എന്നിവരാണ് നിലവിൽ വിവരങ്ങൾ ശേഖരിക്കുന്നത്. പ്രാഥമിക തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് ED ഔദ്യോഗികമായി തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്യും. സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറുടെ സീലോ ഒപ്പോ ഇല്ലാതെ തന്നെ പല സുപ്രധാന പാഴ്സലുകളും വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ട് എന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. എന്തായാലും ഈ അന്വേഷണം പുരോഗമിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും സംശയങ്ങൾ നീളുകയാണ്. സ്വപ്ന സുരേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പിണറായി വിജയന്റെ കുടുംബം ഉൾപ്പെടെ ഈ കേസിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ മകളും മന്ത്രി മുഹമ്മദ് റിയാസുമായുള്ള വിവാഹത്തിന്റെ വിവരങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുമെന്നാണ് അറിവ്. കോവിഡ് കാലം ജനജീവിതത്തെ ദുസ്സഹമാക്കി കടന്നുപോയിക്കൊണ്ടിരുന്ന കാലയളവിലാണ് വീണയുടെയും റിയാസിന്റെയും വിവാഹം. കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന, ആൾക്കൂട്ടമായുള്ള ആഘോഷങ്ങളെല്ലാം തന്നെ വിലക്കിയിരുന്ന ആ സമയത്ത് നടന്ന വിവാഹത്തിൽ വളരെ അടുത്ത ഏതാനും പേർക്ക് മാത്രമേ പങ്കുചേരാൻ കഴിയുമായിരുന്നുള്ളൂ. അത്രമേൽ ശക്തമായി ആളുകളുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു അക്കാലത്ത്. എന്നാൽ അത്തരത്തിൽ നടന്ന ഒരു വിവാഹ ചടങ്ങിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഉൾപ്പെട്ട പ്രതി പങ്കെടുത്തു എന്നത് അന്വേഷണ സംഘം കണ്ടെത്തിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി വിവാഹ ദിവസത്തെ CCTV ദൃശ്യങ്ങളടക്കം അന്വേഷണ സംഘം ആവശ്യപ്പെട്ടേക്കാം. സ്വർണ്ണക്കള്ളക്കടത്തുൾപ്പെടെ പല ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലും പങ്കുണ്ട് എന്ന് സംശയിക്കുന്ന, അഥവാ ഈ കേസുകളിലെ എല്ലാ പ്രതികളുമായും വളരെ അടുത്ത ബന്ധം പുലർത്തുന്നയാൾ കേരള മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ വിശിഷ്ട അതിഥിയായത് തീർച്ചയായും അന്വേഷിക്കേണ്ടതാണ്. ഇയാൾ പിണറായിയുടെ അതിഥിയായിരുന്നോ അതോ മകളുടെയോ മരുമകന്റെയോ അതിഥിയായിരുന്നു എന്നതിൽ വ്യക്തത വരുത്തേണ്ടതായുണ്ട്. എന്തായാലും സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് വീണ്ടും ചർച്ചകളിലേക്ക് നിറയുകയാണ്. മുൻപ് നടന്ന അന്വേഷണങ്ങളെല്ലാം തന്നെ വിദേശത്ത് നിന്നും കേരളത്തിലേക്ക് വന്ന നയതന്ത്ര പാഴ്സലുകളെ കുറിച്ചായിരുന്നു. എന്നാൽ കേരളത്തിൽ നിന്ന് തിരിച്ച് വിദേശത്തേക്ക് പോയ പാഴ്സലുകളുടെ ഉള്ളടക്കം പരിശോധിച്ചിരുന്നില്ല. ഈ പഴുതുപയോഗിച്ച് ശബരിമലയിലെ പുരാവസ്തുക്കൾ കടത്തിയിരിക്കാമെന്നാണ് സംശയം.